ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എമ്മി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പത്തിരിയാണ്. അതിലേക്കായി ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് അരിക്ക് ഞാൻ അതിൽ 1 മുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ടു, നന്നായി മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ ചിരകി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തു. ഈ സമയം നമ്മൾ ഇതിലേക്ക് തിളച്ച വെള്ളമാണ് നമുക്ക് ആവശ്യം. അത് ഞാൻ വെള്ളം തിളപ്പിക്കാനായി കെറ്റിലിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ തേങ്ങയും മാവുമായി നല്ലവണ്ണം യോജിപ്പിക്കുക. നല്ലവണ്ണം യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച വെള്ളം കുറേശ്ശെയായിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ കൈകൊണ്ട് ചപ്പാത്തിക്കൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഞാനിവിടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു റാപ്പർ വിരിച്ചു. എന്നിട്ട് ഓരോ മാവും എടുത്ത് ഞാനിങ്ങനെ പത്തിരിക്ക് വേണ്ടി നന്നായിട്ട് പരത്തി വെച്ചു. ഇങ്ങനെ ഞാൻ പരത്തി വെക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ വേണ്ടിയാണ്, എളുപ്പത്തിന് അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും. ആ സമയം ഞാൻ പാൻ അടുപ്പിൽ വെച്ചു. എന്നിട്ട് ഓരോ പത്തിരിയായിട്ട് ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങി. ഒരു സൈഡ് മൂത്ത് വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് ഒരു സൈഡ് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാ പത്തിരിയും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള നൈസായിട്ടുള്ള നല്ല പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഞാനൊരു ചായയും കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ചൂട് ചായയും പത്തിരിയും ബീഫ് കറിയും എന്താ ടേസ്റ്റ് എന്നറിയുമോ? നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ള പത്തിരിയും ബീഫ് കറിയും ചായയും എല്ലാവർക്കും ഇഷ്ടമാവും. എനിക്കെല്ലാം ഇത് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.